ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ഭജനമിരിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നതിനാണ്, ഷെയർ ചെയ്യുന്നതിനാണ്. ഒരുപാട് പേര് കടം വീഴണം, കടം വന്നു കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നു. ഒരുപാട് പേര് വോയിസ് ഇട്ടാൽ മതി, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ വോയിസാക്കി ഇടും, ഞാൻ അതിന് മറുപടി തന്നോളാം. പറ്റുമെങ്കിൽ ഗുരുവായൂർ ഒരു ദിവസമെങ്കിലും ഭജനം ഇരിക്കൂ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഒരു ദിവസമെങ്കിലും, 3 ദിവസമെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഭജനമിരിക്കൂ. നമ്മൾക്ക് അറിയാം, ശ്രീ ശങ്കരാചാര്യർ യോഗസിദ്ധി കൊണ്ട് സഞ്ചരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ അവതാരമായി കണക്കാക്കുന്ന ഭഗവാൻ ഗുരു, ഒരു സംശയം വേണ്ട. അദ്ദേഹം പോലും ഗുരുവായൂർ 41 ദിവസം ഭജനമിരുന്നു അത്രേ. യോഗസിദ്ധി കൊണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുകളിലൂടെ പോകേണ്ടി വന്നു. ജനനീപ്രീതി നേടിയ നമ്മുടെ മഹാഗുരു എന്തോ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഗുരുവായൂർ അമ്പലത്തെ ഗവനിക്കാതെ കടന്നിരിക്കാം. ശീവേലി നടക്കുന്ന സമയത്തായിരുന്നു കടന്നുപോയത്. ഭഗവാൻ തൽക്ഷണം തന്നെ സ്വല്പനേരത്തേക്ക് യോഗസിദ്ധി കട്ടാക്കി. ശങ്കരാചാര്യസ്വാമികൾ, പൂജനീയ ശങ്കരാചാര്യസ്വാമികൾ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ട് ഗുരുവായൂര് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ വീഴുകയുണ്ടായി. ഭഗവാൻ ശങ്കരാചാര്യര് അപ്പോൾ തന്നെ മഹാവിഷ്ണു അഷ്ടകം എഴുതിയത്രേ. ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ ജപം തന്നെ നടത്തി. അതുകൊണ്ടാണ് ഗുരുവായൂർ ശീവേലി സമയത്ത് വടക്കുഭാഗത്ത് ഭഗവാൻ എത്തുമ്പോൾ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കണം. സ്വർഗവാതിലാണ് വടക്കുവാതിൽ, ഒരു സംശയം വേണ്ട. കടം വന്ന് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ശാശ്വതമായ ഒരു വഴി വന്നു ചേരാൻ ഗുരുവായൂരപ്പനെ പ്രാപിക്കൂ. ഭഗവാൻ ശീവേലിക്ക് വടക്കേ നടയിലെത്തുമ്പോൾ പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിക്കൂ, സ്ത്രീകൾ മാറു തൊടാതെ നമസ്കരിക്കൂ. സ്വർഗപ്രാപ്തി ലഭിക്കും. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്നും ശങ്കരാചാര്യർ വന്നു വീണ ആ വടക്കും വാതില്, അവിടെ എത്തുമ്പോൾ മേളം കുറച്ചു നേരം നിർത്തി കൊട്ടുന്നുണ്ട്. ആ സ്ഥാനത്താണ് സ്വർണ്ണ പഴുക്ക സ്ഥാപിച്ച് ഭഗവാനെ പൂജിക്കുന്നത്. മണിമണ്ഡപം, സ്വർണ്ണ പഴുക്ക എന്ന് പറയും. അത് വെച്ച് ആ വീഴുന്ന സ്ഥലത്താണ് ഇന്നും അവിടെ ഇറക്കി പൂജ. ഇന്നും അവിടെ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ വീണ സ്ഥലത്ത് അവിടെ മേൽക്കൂരയ്ക്ക് ഇപ്പോഴും ചെറിയൊരു ഓട്ട ഉണ്ട്.
എത്ര പേർക്കറിയും എന്ന് എനിക്കറിയില്ല. അവിടെ കിടന്നുകൊണ്ട് ഭഗവാനെ വടക്കും വാതിക്കലെത്തുന്ന ശീവേലിക്ക് വടക്ക് എത്തുന്ന സമയത്ത് വടക്ക് ഭാഗത്തേക്ക് ഭഗവാൻ കടന്ന് കിഴക്കോട്ട് തിരിയുന്ന ആ സമയത്ത് സാഷ്ടാംഗം നമസ്കരിക്കൂ. സ്വർഗവാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അവിടെ ഇരുന്നു കൊണ്ട് ശങ്കരാചാര്യ മഹാഗുരു ഒരു മണ്ഡലം തന്നെ ഭജനം ഇരുന്നു. ഭജനം എങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഭജനം ഇരുന്നു കൊണ്ട് ഗുരുവായൂരത്തെ ഇപ്പോൾ നടക്കുന്ന പൂജാവിധികളെല്ലാം ക്രമപ്പെടുത്തി ഒരു സിസ്റ്റമാറ്റിക്കാക്കി. ഇനിയുമുണ്ട് ഗുരുവായൂരപ്പൻ്റെ ലീലാവിശേഷങ്ങൾ. അഭിമന്യു മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന പരീക്ഷിത്ത് രാജാവ് വാസുകിയുടെ ദംശനമേറ്റ് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ധനമേജയൻ സർപ്പസത്രം നടത്തി അനേകം സർപ്പങ്ങൾ ഓടി വന്ന് ഈ യാഗത്തിലേക്ക് ആത്മാഹൂതി ചെയ്യപ്പെട്ടു. അച്ഛനെ ദംശിച്ചതിന് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതാണ് ഈ ക്രിയ. പക്ഷേ പിൻകാലത്ത് അദ്ദേഹത്തിന് കുഷ്ഠരോഗം വന്നു. കുഷ്ഠരോഗം മാറാതായി. നമ്മൾക്കറിയാം അത്രമാത്രം ദുരിതപ്പെട്ട രോഗമാണെന്ന്. ദത്താത്രേയ മഹർഷിയെ പ്രാപിച്ചു. മഹർഷി പറഞ്ഞു ഗുരുവായൂർ പോയി ഭജനമിരിക്കാൻ പറഞ്ഞു. 4 മാസക്കാലം 4 വർഷക്കാലം ഭജന ഇരുന്നു എന്നാണ് പറയണത്. കുഷ്ഠരോഗം മാറി. അതുപോലെ തന്നെ പാണ്ഡ്യരാജാവിന് സർപ്പദംശനമേൽക്കണമെന്ന് ജ്യോത്സ്യന്മാർ വിധിച്ചു. ഇപ്പം എന്തായാലും മരണം ഉറപ്പായി എന്ന് പാണ്ഡ്യരാജാവിന് മനസ്സിലായി. ഗുരുവായൂർ പോയി ഭജനമിരുന്നു. ജ്യോത്സ്യന്മാർ പറഞ്ഞ ആ കാലയളവ് കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ജ്യോത്സ്യനെ വിളിച്ചു. എന്താ താനല്ലേ പറഞ്ഞേ ഇപ്പോൾ ഞാൻ മരിക്കുമെന്ന്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, എനിക്ക് ഒന്ന് അനുവദിച്ചാലും എന്നാ നോക്കിക്കോളുക. നോക്കിയപ്പോൾ പാമ്പിൻ്റെ ദംശനമേറ്റ 2 പല്ലിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് പാണ്ഡ്യരാജാവിന് മനസ്സിലായത് ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രസക്തി. ഗുരുവും വായുവും മഹാസിദ്ധന്മാർ പ്രതിഷ്ഠിച്ചതാ. ആ അമ്പലത്തിന് പ്രത്യേക ചൈതന്യം ഉണ്ടായിരിക്കും. ഭൂലോക വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ. ആ ഗുരുവായൂർ നിങ്ങൾ പോയി എപ്പോഴാണോ നിങ്ങൾ പോകുന്നത് ഭഗവാന്റെ ശീവേലി കാണാൻ ഇരിക്കണം. കഷ്ടപ്പെട്ടിരിക്കണം. എത്ര ക്യൂ ഉണ്ടെങ്കിലും അകത്ത് കയറി തൊഴണം. തൊഴുത് ആ 4 അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരിക്കണം. വിഷ്ണു സഹസ്രനാമം പറ്റുമെങ്കിൽ വായിക്കണം. അഷ്ടകം പറ്റുമെങ്കിൽ വായിക്കണം. വായിക്കുക. ഭഗവാൻ ശീവേലിക്ക് വടക്കു ഭാഗത്ത് വരുമ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കുക. നിങ്ങളുടെ എല്ലാ കടങ്ങൾക്കും എല്ലാ പ്രായശ്ചിത്തമാവും. മുൻജന്മ ശാപങ്ങളും അവിടെ തീരും. ഒരു സംശയം വേണ്ട. ഭഗവാനെ 18 പ്രദക്ഷിണം വയ്ക്കുന്ന ക്രിയ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാൻ അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുപോലെ തന്നെ ഗുരുവായൂർ എങ്ങനെ ഭജനമിരിക്കണം എന്നതുകൂടി പറയാം. ഇപ്പോൾ കടം കൊണ്ട് വലയുന്ന ആൾക്കാർ, സങ്കടം കൊണ്ട് വലയുന്ന ആൾക്കാർ എങ്ങനെയായാലും നമ്മൾ ഈ 50-60 വർഷം കഴിയുമ്പോൾ മരിക്കും. നമ്മളുടെ കടങ്ങളൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരിക.
എങ്ങനെയായാലും കുഴപ്പമില്ല, എന്തെല്ലാം പ്രാരാബ്ദങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, പറ്റുമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും ഗുരുവായൂർ ഭജനം ഇരിക്കൂ. അതുമല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദം പൂജിക്കൂ. നിങ്ങളുടെ വീടുകളിൽ ശ്രീകൃഷ്ണ പാദം വെച്ച് പൂജിക്കൂ. നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരായി ജീവിക്കൂ. സത്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം. നമ്മൾ തോൽക്കില്ല. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ, വലിയ അറിവുകളുണ്ട്. അത് ഞാൻ അവസാന കാലങ്ങൾക്കൊക്കെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ അറിവുകൾ തരുന്നത്. നിങ്ങളതെല്ലാം ആചരിക്കൂ. കടം എന്ന് പറഞ്ഞിരിക്കുക. അത് ഒരു ദിവസമെങ്കിലും ഗുരുവായൂർ പോയി ഭജനം ഇരിക്കൂ. നിങ്ങളുടെ ജീവിതം മാറിമറിയും. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾക്ക് വലുതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾ എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അടിയൻ്റെ ഈ എളിയ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ ഒരുപാട് പേര് ഗുരുവായി കാണുന്നുണ്ട്, സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവായൂരപ്പൻ അതിന് ഭജനമിരിക്കാൻ തോന്നിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബപരദേവതയായിരിക്കുന്ന മഹാ കൊടുങ്കാളി അമ്മയുടെ നാമത്തിൽ, കരിങ്കാളി അമ്മയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം. ഹരി ഓം നമഃ ശിവായ.